എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? ഇങ്ങനെയൊന്നും ഞാൻ നിങ്ങളോട് ചോദിക്കാറില്ലല്ലേ. വരുന്നു, ഇന്ന് നമ്മൾ ഈ ക്ലാസ്സാണ് എടുക്കുന്നത്, ഇന്ന് നമ്മൾ ഇന്ന വിഷയമാണ് പഠിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് തുടങ്ങുകയാണ് അല്ലേ. ഇങ്ങനെ നിങ്ങളോട് നിങ്ങളുടെ വിശേഷങ്ങളും നിങ്ങളുടെ സുഖവിവരങ്ങളും ഒന്നും ഞാൻ തിരക്കാറില്ല. ഓക്കെ, ഇന്നിപ്പോൾ എനിക്ക് അങ്ങനെ ചോദിക്കണമെന്ന് തോന്നി. ഇന്ന് എനിക്ക് പറയാനുള്ളത് ഒരു ക്ലാസ്സിനേക്കാളും കുറച്ചുകൂടെ ഫ്രീ ആയിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഇരിക്കുന്നത്. ഇന്ന് കുറച്ച് കാര്യങ്ങളൊന്ന് പറയാനുണ്ട്. എനിക്ക് പലപ്പോഴും ഈ ക്ലാസ് എടുക്കുമ്പോൾ, ഓഫ്ലൈൻ ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോഴും അല്ലെങ്കിൽ ഈ നിങ്ങൾ ഓരോ പ്രോബ്ലംസ്, ഓരോ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സോൾവ് ചെയ്യുന്നത് കാണുമ്പോഴും ഒക്കെ എനിക്ക് തോന്നുന്ന, എൻ്റെ മനസ്സിൽ തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. സാധാരണ ഇങ്ങനെ ഒരു സംസാരങ്ങളൊന്നും നമുക്കില്ല. നമ്മൾ ഓഫ് ടോപ്പിക്സ് വീഡിയോസ് അങ്ങനെ ചെയ്യാറില്ല. വരുന്നു, പഠിപ്പിക്കുന്നു, പോകുന്നു അല്ലേ. ഒരു VPP ലൈൻ ആണ്, വരുന്നു, പഠിപ്പിക്കുന്നു, പോകുന്നു എന്നുള്ളൊരു രീതിയാണ് നമുക്കുള്ളത്. പക്ഷേ ഇന്ന് കുറേ നാളോട് ഞാൻ വിചാരിക്കുന്നു ഇതൊന്ന് പറയണമെന്നുള്ളത്. കാരണം ഇന്നത്തെ ഈ വീഡിയോയുടെ ടൈറ്റിൽ തന്നെ ഞാൻ കൊടുത്തിരിക്കുന്നത് ബി എ ഹ്യൂമൻ നോട്ട് എ മെഷീൻ എന്നുള്ളതാണ്. അത് നിങ്ങൾ കണക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങളൊരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്ന സമയത്ത് ആണ് നിങ്ങൾ എന്താവേണ്ടത്? നിങ്ങളൊരു മനുഷ്യനാവേണ്ടത്. നിങ്ങളൊരു മെഷീൻ ആവരുത്, നിങ്ങളൊരു കമ്പ്യൂട്ടർ ആവരുത്, നിങ്ങളൊരു കാൽക്കുലേറ്റർ ആവരുത്. നിങ്ങൾ ചോരയും നീരും തലച്ചോറുമുള്ള ഒരു മനുഷ്യനാവണം. തലച്ചോറെന്ന് പറയുമ്പോൾ വലിയ ആൽബർട്ട് ഐൻസ്റ്റീനെ പോലെ ന്യൂറോണുകളുടെ എണ്ണം കൂടുതലായിട്ടുള്ള അങ്ങനെയുള്ള ഒരു തലച്ചോറൊന്നും വേണ്ട. സാധാരണ ഒരു തലച്ചോറ്, ഒരു 10ാം ക്ലാസ്സുകാരൻ്റെ തലച്ചോറ് അല്ലെങ്കിൽ ഒരു 7ാം ക്ലാസ്സുകാരൻ്റെ തലച്ചോറ്, അത്രയും വേണം. അപ്പം മനുഷ്യനാവുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് സാർ ഈ മനുഷ്യനാവുക? ഞങ്ങളെല്ലാവരും മനുഷ്യരാണല്ലോ. അതെ. സോ മനുഷ്യനെ പോലെ ചിന്തിക്കുക എന്നുള്ളതാണ്. അപ്പം എന്താണ് അത്? ഇങ്ങനെ വെറുതെ പറഞ്ഞാൽ പോരാ. അതിനൊരു ഒരു ഉദാഹരണം എടുത്തിട്ട്, 2 ഉദാഹരണങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്, 2 ചോദ്യങ്ങൾ എടുത്തിട്ടുണ്ട്. ഈ ചോദ്യങ്ങൾ നിങ്ങൾ നമ്മുടെ മുൻപുള്ള ക്ലാസ്സുകളിലൊക്കെ കണ്ടിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. ഇതിനു വേണ്ടി എടുത്ത ചോദ്യങ്ങളൊന്നുമല്ല. നമ്മൾ ഓൾറെഡി ഇത് ക്ലാസ്സുകളിൽ എപ്പോഴൊക്കെയോ പറഞ്ഞു പോയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ എന്തായാലും ആ ചോദ്യത്തിലേക്ക് പോകാം. ഇതാണ് ചോദ്യം. അപ്പോൾ ഈ ചോദ്യം ബോട്ട്സ് ആൻഡ് സ്ട്രീംസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നിന്നുള്ളതാണ്. അപ്പോൾ ഇനി ബോട്ട്സ് ആൻഡ് സ്ട്രീംസ് എന്താണെന്ന് അറിയാത്തവരോട് സാധാരണ ഞാൻ പറയുന്നത് നിങ്ങൾ ആ വീഡിയോ പോയി കണ്ടിട്ട് വരാനാണ് പറയുക. ഇവിടെ ഇപ്പോൾ ഞാൻ അങ്ങനെ പറയുന്നില്ല. ഇതിന് വേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ബോട്ട്സ് ആൻഡ് സ്ട്രീംസ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചോ മക്കളെ, ഈ ചോദ്യത്തിന് വേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒരു നദി ഒഴുകുകയാണ്. എയിൽ നിന്ന് ബിയിലേക്ക് ഒരു നദി ഒഴുകുകയാണ്. അപ്പോൾ ഈ നദിയിൽ ഒരുത്തൻ ബോട്ട് ഓടിച്ചു പോവുകയാണ്. അപ്പം അവൻ്റെ ബോട്ടിൻ്റെ സ്പീഡിനെ ഞാൻ B km/h എന്ന് വിളിക്കുന്നു. നദിയുടെ സ്പീഡിനെ ഞാൻ S km/h എന്ന് വിളിക്കുന്നു. ഈ ബോട്ടിന് 2 രീതിയിൽ പോകാം. ഒന്ന്, ബോട്ടിന് എയിൽ നിന്ന് ബിയിലേക്ക് പോകാം. ആ യാത്രയെ നമ്മൾ വിളിക്കുന്നതാണ് ഡൗൺ സ്ട്രീം. ഒഴുക്കിൻ്റെ കൂടെ പോകുന്നു. ബിയിൽ നിന്ന് എയിലേക്ക് വരുന്ന യാത്രയെ നമ്മൾ വിളിക്കുന്ന പേരാണ് അപ്സ്ട്രീം. ഒഴുക്കിനെതിരെ വരുന്നു. ഈ ഡൗൺ സ്ട്രീമിൽ എപ്പോഴും സ്പീഡ് കൂടുതലായിരിക്കും. കാരണം എന്താ? ബോട്ട് ഒഴുക്കിൻ്റെ കൂടെ പോവുകയാണ്. അപ്പോൾ ബോട്ടിൻ്റെ സ്പീഡും കിട്ടും, അറ്റ് ദ സെയിം ടൈം ബോട്ടിന് സ്ട്രീമിൻ്റെ ഒരു തള്ളും കൂടെ കിട്ടും പുറകിൽ നിന്ന്. അപ്പോൾ ഡൗൺ സ്ട്രീമിലെ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്പീഡ് ഓഫ് എ ബോട്ട് പ്ലസ് സ്പീഡ് ഓഫ് ദ സ്ട്രീം, അത്രയും km/h. അപ്സ്ട്രീമിൽ പക്ഷേ നേരെ തിരിച്ചായിരിക്കും. ഒഴുക്കിനെതിരെയാണ് നിങ്ങൾ പോകുന്നത്. ഒരു പാലത്തിന് മുകളിലേക്ക് സൈക്കിൾ ചവിട്ടി കയറുന്നതായിട്ട് ചിന്തിക്കുക. നിങ്ങൾക്ക് കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടതായിട്ട് വരാം. അപ്പോൾ ഒഴുക്കിനെതിരെയാണ് അവിടെ നിങ്ങൾ പോകുന്നത്. അപ്പോൾ ബോട്ടിൻ്റെ സ്പീഡ് മൈനസ് സ്ട്രീമിൻ്റെ സ്പീഡ്, അത്രയും km/h. ഈ 2 കാര്യങ്ങൾ ചോദ്യത്തിൽ തരും. എന്നിട്ട് നമ്മളോട് ചോദിക്കും, അല്ലെങ്കിൽ ഡൗൺ സ്ട്രീമും അപ് സ്ട്രീമും തരും. എന്നിട്ട് നമ്മളോട് ചോദിക്കും ബോട്ടിൻ്റെ സ്പീഡ് എത്ര. അപ്പോൾ നമ്മൾ ഇത് തമ്മിൽ കൂട്ടും. ബിയും കൂടെ കൂട്ടിയാൽ 2B, എസും -S കൂടെ കൂട്ടിയാൽ 0. അപ്പോൾ ഡൗൺ സ്ട്രീമും അപ് സ്ട്രീമും കൂടെ കൂട്ടിയാൽ കിട്ടുന്നത് 2B ആയിരിക്കും. നമുക്ക് B മാത്രം മതിയെങ്കിൽ എന്ത് ചെയ്യണം? 2 കൊണ്ട് ഹരിക്കണം. അപ്പോൾ ഡൗൺ സ്ട്രീം സ്പീഡും അപ് സ്ട്രീം സ്പീഡും തന്നിട്ട് ബോട്ടിൻ്റെ സ്പീഡ് എത്രയെന്ന് ചോദിച്ചാൽ, ഞാൻ ഇന്നത്തെ വിഷയത്തിലേക്ക് എത്തിയിട്ടില്ല. ഇന്നത്തെ വിഷയത്തിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് ഈ ചോദ്യത്തിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണെന്ന് പറയണം. എന്നിട്ടാണ് ഇന്ന് ഞാൻ ബോട്ട്സ് ആൻഡ് സ്ട്രീംസ് പഠിപ്പിക്കാൻ വന്നതേ അല്ല. അങ്ങനെ വിചാരിച്ച് ആരും ഇരിക്കേണ്ട. ബോട്ട്സ് ആൻഡ് സ്ട്രീംസ് വളരെ വിശദമായിട്ടൊരു ക്ലാസ്സിൽ ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ സംഭവം നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എനിക്ക് ക്ലിയർ ചെയ്യണം. വേറെ ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ എടുക്കാമായിരുന്നു എനിക്ക്. പക്ഷേ എനിക്ക് ഇത് പറയാനാണ്, ഈ ചോദ്യം പറയുമ്പോൾ എനിക്കത് കുറച്ചുകൂടെ കൺവേ ആവും തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്തത്. ഓക്കെ, സോ
സോ ഡൗൺ സ്ട്രീം പ്ലസ് അപ്സ്ട്രീം ഡിവൈഡഡ് ബൈ 2. അപ്പം ഡൗൺ സ്ട്രീമും അപ്സ്ട്രീമും തന്നിട്ട് ബോട്ടിൻ്റെ സ്പീഡ് ചോദിച്ചാൽ ഡൗൺ സ്ട്രീമും അപ്സ്ട്രീമും കൂട്ടിയിട്ട് പകുതി എടുക്കണം. ഇനി സ്ട്രീമിൻ്റെ സ്പീഡ് ചോദിച്ചാലോ ബിന്ന് ബി കുറച്ച് നമ്മളിപ്പോൾ ഇവിടെ കുറയ്ക്കും. ഡൗൺ സ്ട്രീമിൽ നിന്ന് അപ്സ്ട്രീം കുറയ്ക്കാൻ പോവാം. അപ്പോൾ ബിന്ന് ബി കുറച്ചാൽ 0. എസ് മൈനസ് എസ് എന്തോ കിട്ടും മക്കളെ? 2s എന്ന് കിട്ടും. അവിടെ എസ് മാത്രം വേണമെങ്കിൽ 2 കൊണ്ട് ഹരിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഡൗൺ സ്ട്രീമും അപ്സ്ട്രീമും തന്നിട്ട് ബോട്ടിൻ്റെ സ്പീഡ് ചോദിച്ചാൽ ഡൗൺ സ്ട്രീമും അപ്സ്ട്രീമും കൂടെ കൂട്ടിയിട്ട് പകുതി എടുക്കുക. ഡൗൺ സ്ട്രീമും അപ്സ്ട്രീമും തന്നിട്ട് സ്ട്രീമിൻ്റെ സ്പീഡ് ചോദിച്ചാൽ എന്ത് ചെയ്യുക? ബോട്ടിൻ്റെ സ്പീഡിൽ നിന്ന് ഡൗൺ സ്ട്രീമും അപ്സ്ട്രീമും തന്നിട്ട് സ്ട്രീമിൻ്റെ സ്പീഡ് ചോദിച്ചാൽ 2 കൂടെ കുറച്ചിട്ട് പകുതി എടുക്കുക. അപ്പോൾ ഡൗൺ സ്ട്രീമും അപ്സ്ട്രീമും കൂട്ടിയിട്ട് പകുതി എടുത്താൽ ബോട്ടിൻ്റെ സ്പീഡും കുറച്ചിട്ട് പകുതി എടുത്താൽ സ്ട്രീമിൻ്റെ സ്പീഡും. സോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഈ ചോദ്യം എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് പോകുമ്പോൾ നമുക്ക് ഇനി ചോദ്യത്തിലേക്ക് വരാം. ചോദ്യത്തിലേക്ക് വരുമ്പോൾ ദ സ്പീഡ് ഓഫ് എ മോട്ടോർ ബോട്ട് ഈസ് ദാറ്റ് ഓഫ് ദ കറണ്ട്. സോ ബോട്ടിൻ്റെ സ്പീഡും സ്ട്രീമിൻ്റെ സ്പീഡ്, കറണ്ട് എന്ന് പറഞ്ഞാൽ സ്ട്രീമാണ്, ഇതിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 36:5. ഓക്കെ, 36:5. ഇനി ദ ബോട്ട് ഗോസ് എലോങ് വിത്ത് ദ കറണ്ട്. ഒഴുക്കിൻ്റെ കൂടെ പോകുന്നു. അപ്പോൾ എന്താ ഒഴുക്കിൻ്റെ കൂടെ പോകുന്നു എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും? എന്തിനെ പറ്റിയായിരിക്കും പറയുക? ഒഴുക്കിൻ്റെ കൂടെ പോകുന്നു എന്ന് പറഞ്ഞാൽ ഗോയിങ് ഡൗൺ സ്ട്രീം. അപ്പോൾ ഡൗൺ സ്ട്രീമും അപ്സ്ട്രീമും തമ്മിലുള്ള ടൈമിൻ്റെ റേഷ്യോ നമുക്ക് കിട്ടത്തില്ല. കാരണം ബോട്ട് ഗോസ് എലോങ് വിത്ത് ദ കറണ്ട് ഇൻ 5 hours 10 minutes. അപ്പം അവർ ഡൗൺ സ്ട്രീമിൻ്റെ അപ്സ്ട്രീമിൻ്റെ ടൈം അവർ. അപ്പം നമുക്ക് ബോട്ടിൻ്റെ സ്പീഡും സ്ട്രീമിൻ്റെ സ്പീഡും അറിയാമെങ്കിൽ നമ്മൾ എന്താ ഇപ്പോൾ പഠിച്ചത്? ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബോട്ടിൻ്റെ സ്പീഡ് പ്ലസ് സ്ട്രീമിൻ്റെ സ്പീഡ്. അപ്സ്ട്രീം എന്ന് പറഞ്ഞാൽ ബോട്ടിൻ്റെ സ്പീഡ് മൈനസ് സ്ട്രീമിൻ്റെ സ്പീഡ്. കുറച്ച് മുമ്പ് നമ്മൾ പഠിച്ചതേ ഉള്ളൂ. അപ്പോൾ ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞാൽ 36 5 41. അപ്സ്ട്രീം എന്ന് പറഞ്ഞാൽ 36 5 കുറച്ചാൽ 31. ഇത് ഇത്ര എഴുതിയത് നിങ്ങൾക്ക് മനസ്സിലായിക്കോളെന്ന് വിചാരിക്കും. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ ആദ്യമേ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത് എന്തിൻ്റെ റേഷ്യോ ആണ്? സ്പീഡിൻ്റെ റേഷ്യോ ആണ്. എന്തിൻ്റെ? ഡൗൺ സ്ട്രീമിൻ്റെ അപ്സ്ട്രീമിൻ്റെ സ്പീഡിൻ്റെ റേഷ്യോ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ടൈമിൻ്റെ റേഷ്യോ എന്തായിരിക്കും? ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ ഒരു ഗോൾഡൻ പ്രിൻസിപ്പിൾ ഉണ്ട്. എന്താണ്? ടൈമും സ്പീഡും എപ്പോഴും ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആയിരിക്കും. എപ്പോഴും എന്തായിരിക്കും? ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആയിരിക്കും. സോ 31:41. 31:41. ഇവിടെ നമുക്ക് എന്ത് ടൈമാണ് തന്നിരിക്കുന്നത്? ദ ബോട്ട് ഗോസ് എലോങ് വിത്ത് ദ കറണ്ട്. എലോങ് വിത്ത് ദ കറണ്ട് മീൻസ് ഡൗൺ സ്ട്രീമിൻ്റെ ടൈമാണ് തന്നിരിക്കുന്നത്. ഡൗൺ സ്ട്രീമിൻ്റെ ടൈം എത്ര? 31. ആ 31 എന്ന് പറയുന്നത് എത്രയാണ്? നമുക്കറിയത്തില്ല അല്ലേ? 31 എന്ന് പറയുന്നത് എത്ര? അറിയത്തില്ല എന്ന് ചോദിച്ചാൽ അറിയാം, എന്താ ഈ കിടക്കുന്നതാണ് അല്ലേ? കാരണം എന്താ? ദ ബോട്ട് ഗോസ് എലോങ് വിത്ത് ദ കറണ്ട്. ഡൗൺ സ്ട്രീമിൻ്റെ ടൈമാണ് 5 മണിക്കൂർ 10 മിനിറ്റ്. ഈ 5 മണിക്കൂർ 10 മിനിറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാം? മിനിറ്റ് ആക്കി എഴുതിക്കൂടെ? അപ്പോൾ കുറച്ചുകൂടി എളുപ്പമില്ല. കാരണം ഒറ്റ വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടുമല്ലോ. ഇത് 5 മണിക്കൂർ 10 മിനിറ്റ് നമ്മൾ ഡെസിമലൊക്കെ ആക്കി എഴുതുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ 5 മണിക്കൂർ 10 മിനിറ്റ് ആക്കിയാൽ കുറച്ചുകൂടി എളുപ്പം ഒറ്റ വാല്യൂ ആയിട്ട് കിട്ടും. സോ 5 മണിക്കൂറിനെ മിനിറ്റ് ആക്കുന്നത് എങ്ങനെ? 5 × 60 എത്ര കിട്ടും? 300 മിനിറ്റ്. പിന്നെ ഒരു 10 മിനിറ്റ് കൂടെ ഉണ്ട്, അതുകൂടെ കൂട്ടുക, 310 മിനിറ്റ്. ഓക്കെ, സോ 31 എന്ന് പറയുമ്പോൾ 310 മിനിറ്റ്. 31 എന്ന് പറയുമ്പോൾ 310 മിനിറ്റ്. 41 എന്ന് പറയുമ്പോൾ എത്ര? അതല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഇറ്റ് വിൽ കം ബാക്ക് ഇൻ എന്ന് പറയുമ്പോൾ ഇതെപ്പോൾ തിരിച്ചു വരും എന്നാ ചോദ്യം. അത് അങ്ങോട്ട് പോകാൻ 310 മിനിറ്റ് എടുത്തു. അങ്ങോട്ട് പോകുന്നത് ഡൗൺ സ്ട്രീം ആണ്. കാരണം ബോട്ട് ഗോസ് എലോങ് വിത്ത് ദ കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകുന്നത് ഡൗൺ സ്ട്രീം ആണ്. അപ്പോൾ തിരിച്ചു വരുന്നത് എഗെയിൻസ്റ്റ് ദ കറണ്ട് ആയിരിക്കും, ഒഴുക്കിനെതിരെ ആയിരിക്കും. സോ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോകുന്ന ഡൗൺ സ്ട്രീം ആണെങ്കിൽ തിരിച്ചു വരുന്ന അപ് സ്ട്രീം ആയിരിക്കും. സോ ഡൗൺ സ്ട്രീമിന് 31 ആണെങ്കിൽ അപ് സ്ട്രീമിന് 41 ആയിരിക്കും എടുക്കുന്നത്. സോ ഈ 41 എത്ര ആണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, 31 310 ആണെങ്കിൽ 41 എത്ര? 31 എന്ന് പറയുന്നത് 310 ആണെങ്കിൽ 41 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 410 ആയിരിക്കും. സോ ആൻസർ കിട്ടി 410 മിനിറ്റ്. ഇനിയാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഇത്രയും ആൻസർ കിട്ടി, 410 മിനിറ്റ്. പക്ഷേ ഓപ്ഷനിൽ എന്തില്ല? 410 മിനിറ്റ് എന്നില്ല, മണിക്കൂറിലും മിനിറ്റിലുമാണ്. അപ്പോൾ നമ്മൾ ഇതിനെ എന്താക്കണം? മണിക്കൂറും മിനിറ്റും ആക്കണം. ഓക്കെ, സോ നമ്മുടെ ആൻസർ 410 മിനിറ്റ്. അതിനെ മണിക്കൂറിലും മിനിറ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാം. ആൻസർ 6 മണിക്കൂർ 50 മിനിറ്റ് എന്ന് കിട്ടും. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? മിനിറ്റിനെ മണിക്കൂറാക്കണം. എന്ത് ചെയ്യണം? 60 മിനിറ്റ് എത്ര മണിക്കൂറാണ്?
1 മണിക്കൂർ. എങ്ങനെ കിട്ടി? 60 ഡിവൈഡഡ് ബൈ 60. അപ്പം മിനിറ്റിനെ മണിക്കൂറാക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം മക്കളെ? 60 കൊണ്ട് ഹരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ 410 ഡിവൈഡഡ് ബൈ 60 എത്ര കിട്ടും? 41/6 മണിക്കൂർ എന്ന് കിട്ടും. അങ്ങനെ അല്ലല്ലോ ഇവിടെ കിടക്കുന്നത്, അല്ല. അപ്പോൾ നമ്മൾ അതിനെ വീണ്ടും ഹരിക്കും അല്ലേ? 41നെ നമ്മൾ 6 കൊണ്ട് ഹരിക്കും. 6 6 36 ശിഷ്ടം 5. അപ്പോൾ 6 ആൻഡ് പിന്നെ 5/6 അവർ എന്ന് കിട്ടും. അതും നോക്കി ആൻസറിലുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 6 മണിക്കൂർ 5/6നെ മിനിറ്റ് ആക്കണം. മിനിറ്റ് ആക്കാൻ, മണിക്കൂറിനെ മിനിറ്റ് ആക്കാൻ എന്ത് ചെയ്യണം? 1 മണിക്കൂർ എത്ര മിനിറ്റാണ്? 1 മണിക്കൂർ എത്ര മിനിറ്റാണ്? 60 മിനിറ്റ്. എങ്ങനെ കിട്ടി? 1 × 60. അപ്പം മണിക്കൂറിനെ മിനിറ്റ് ആക്കാൻ 60 കൊണ്ട് പിടിക്കും. സോ 6 മണിക്കൂർ. പിന്നെ നമ്മൾ ഈ 6നെയും 60നെയും കൂടി വെട്ടി 10 × 5 50 മിനിറ്റ്. എൻ്റെ കൂടെ നിങ്ങളെല്ലാവരും ചെയ്ത് കാണും. ഇത്രയും നേരം നമ്മളെല്ലാവരും മെഷീനായിട്ടാണ് പ്രവർത്തിച്ചത്. ഇതുപോലെ ആകരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. സോ ഡോണ്ട് ബി എ മെഷീൻ. ഇത്രയും നേരം നമ്മൾ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്യുന്നത് പോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ മെഷീൻ ചെയ്യും. ഒരു മെഷീൻ ചെയ്യുന്നത് പോലെ നമ്മളിങ്ങനെ ചെയ്യുകയാണ്. സോ നിങ്ങളൊരു മനുഷ്യനാണെങ്കിൽ എങ്ങനെയാണ് ചിന്തിക്കണ്ടേ? 410 മിനിറ്റാണ് നിങ്ങളുടെ ആൻസർ. മണിക്കൂറും മിനിറ്റും ആക്കുക. 410 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറിന് അടുത്ത് വരും? 1 മണിക്കൂർ 60 മിനിറ്റ് അല്ലേ? അപ്പോൾ 7 മണിക്കൂറാകുമ്പോൾ എത്ര ആയിരിക്കും? ഇതിനടുത്ത് വരുന്ന 60ൻ്റെ മൾട്ടിപ്പിൾ എത്ര? 410 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിനടുത്ത് വരുന്ന മണിക്കൂർ, ഒരു കൃത്യം 1 മണിക്കൂറാകുമ്പോൾ എത്ര വരും? 410 മിനിറ്റ്. 7 മണിക്കൂർ, 7 × 60 420 മിനിറ്റായി. അപ്പോൾ 7 മണിക്കൂർ ആണെങ്കിൽ 420 മിനിറ്റ് ആയേനെ. ഇവിടെ 410 ഉള്ളൂ. സോ 420 നിന്ന് 10 കുറവാണ്. സോ എത്രയാണ്? 7 മണിക്കൂറിന് 10 മിനിറ്റ് കുറവ്. അപ്പോൾ 6 മണിക്കൂർ 50 മിനിറ്റ്. സോ അങ്ങനെയാണ് ഒരു മനുഷ്യൻ ചിന്തിക്കേണ്ടത്. സോ ബി എ ഹ്യൂമൻ, നോട്ട് എ മെഷീൻ. ബി എ ഹ്യൂമൻ, നോട്ട് എ മെഷീൻ. നിങ്ങളൊരു മനുഷ്യനാവുക, ഒരു മെഷീൻ ആവാതിരിക്കുക. മെഷീനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിന് പ്രോഗ്രാം കൊടുത്ത് വെച്ചിരിക്കുകയാണ്. അതിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ എഴുതി അറ്റ് ലാസ്റ്റ് അതിൻ്റെ വാല്യൂ കിട്ടും. സോ നിങ്ങളൊരു മെഷീൻ ആവരുത്, ഒരു കാൽക്കുലേറ്റർ ആവരുത്, ഒരു ചോരയും നീരുമുള്ള ഒരു മനുഷ്യനാവണം. കണക്ക് കൂട്ടലിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഇതിനൊക്കെ നിങ്ങൾ എടുക്കുന്ന ഒരുപാട് സമയം ഉണ്ടായിരിക്കും. ഇപ്പോൾ ബോട്ട്സ് ആൻഡ് സ്ട്രീംസിൻ്റെ ബേസ് അറിയാത്ത ഒരാളിന് ഇതിൻ്റെ 7 അയലത്ത് പോലും ആൻസറിലേക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ അത് എല്ലാവർക്കും കോൺസെപ്റ്റ് അറിയാം, എല്ലാവർക്കും ബേസ് അറിയാം. പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ബേസ് എല്ലാവർക്കും അറിയാം, ടൈം ആൻഡ് എല്ലാവർക്കും കാര്യങ്ങളെല്ലാം അറിയാം. പക്ഷേ ഓരോ ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ ആരായി പോകുന്നു? നമ്മൾ മെഷീനായി പോകുന്നു. നമ്മുടെ കാൽക്കുലേഷൻസ് എല്ലാം ഒരു മെഷീൻ ചെയ്യുന്നത് പോലെയാണ്. നിങ്ങളെല്ലാവരും കമ്പ്യൂട്ടേഴ്സാണ്. നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് എല്ലാവർക്കും കൂട്ടാനറിയാം, കുറയ്ക്കാനറിയാം, ഗുണിക്കാനറിയാം, ഹരിക്കാനറിയാം. നിങ്ങളെല്ലാവരും നിങ്ങളുടെ കാൽക്കുലേഷൻസിൽ എക്സ്പേർട്ടാണ്. പക്ഷേ ആ ഒരു എക്സ്പേർട്ടിസം നിങ്ങളിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. സോ അതെല്ലാം ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാം ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടേ നമ്മൾ ചെയ്യത്തുള്ളൂ. സോ അവസാനം നമുക്ക് എന്ത് ചെയ്യുന്നു? ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എല്ലാവരോടും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ബി എ ഹ്യൂമൻ, നോട്ട് എ മെഷീൻ. അടുത്ത എക്സാമ്പിൾ. ദി ആവറേജ് ഓഫ് 5 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ഇസ് 36. ഫൈൻഡ് ദ സം ഓഫ് ദ ലാർജസ്റ്റ് നമ്പർ ആൻഡ് ദ സ്മോളസ്റ്റ് നമ്പർ. ദി ആവറേജ് ഓഫ് 5 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ്. തുടർച്ചയായ 5 സംഖ്യകൾ. അപ്പോൾ നമ്മളതിൽ ഏറ്റവും ചെറിയ ഇരട്ട സംഖ്യയെ എക്സ് എന്ന് എടുക്കുന്നു. അടുത്ത ഇരട്ട സംഖ്യകളെല്ലാം 2 വീതം കൂടി വരികയാണല്ലോ, ഈവൻ നമ്പേഴ്സ് ആണ്. സോ എക്സ് പ്ലസ് 2, അടുത്തത് എക്സ് പ്ലസ് 4, അടുത്തത് എക്സ് പ്ലസ് 6, 1 2 3 4 സംഖ്യകളായി. ഇനി നമുക്ക് ഒരു സംഖ്യയും കൂടെ വേണം, എക്സ് പ്ലസ് 8. 1 2 3 4 5. ഇതിൻ്റെ ശരാശരി 36ആണ്. ശരാശരി എന്ന് പറയുമ്പോൾ തുക എടുക്കണം. സോ എക്സ് പ്ലസ് 2 പ്ലസ് എക്സ് പ്ലസ് 4 പ്ലസ് എക്സ് പ്ലസ് 6 പ്ലസ് എക്സ് പ്ലസ് 8 ദ ഹോൾ ഡിവൈഡഡ് ബൈ എത്രയാണ്? ഡിവൈഡഡ് ബൈ 5 സംഖ്യകളല്ലേ. സോ 5. അന്നേരം നമുക്ക് എത്ര കിട്ടുന്നു? 36 കിട്ടുന്നു. സോ ഇതെല്ലാം കൂടെ കൂട്ടുക. എക്സ് 1 2 3 4 5 എണ്ണം ഉണ്ട്. സോ 5x പ്ലസ് 2 4 6 6 12 8 20 ഡിവൈഡഡ് ബൈ 5 ഈസ് ഈക്വൽ ടു 36. സോ 5x പ്ലസ് 20 ഈസ് ഈക്വൽ ടു 36നെ 5 കൊണ്ട് ഗുണിക്കണം. 5 കൊണ്ട് ഗുണിക്കാൻ പറഞ്ഞാൽ പകുതി എടുത്തിട്ട് അപ്പുറത്തൊരു 0 കൊടുക്കുക, അല്ലെങ്കിൽ 10 കൊണ്ട് ഗുണിക്കുക. 36നെ 5 കൊണ്ട് ഗുണിക്കാൻ പറഞ്ഞാൽ നമ്മൾ 36 × 5 180. സോ 5x ഈസ് ഈക്വൽ ടു ഈ പ്ലസ് 20 അപ്പുറത്ത് പോകുന്നു, മൈനസ് 20 ആവുന്നു, 160. സോ എക്സ് ഈസ് ഈക്വൽ ടു 160 ഡിവൈഡഡ് ബൈ 5 എത്ര കിട്ടുന്നു? 32.
എക്സ് 32 കിട്ടുന്നു. കണ്ടുപിടിക്കേണ്ടത് എന്താ സം ഓഫ് സ്മോളസ്റ്റ് നമ്പർ എക്സ് ലാർജസ്റ്റ് നമ്പർ. സോ എക്സ് പ്ലസ് 8 ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ 2x + 8 ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. സോ 2 × എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി 32 + 8. സോ 32 × 64 8 എത്ര കിട്ടും? 72. ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. യെസ്. ഇവിടെയും ഇത്രയും നേരവും നമ്മൾ ആരായിട്ടാണ് പ്രവർത്തിച്ചത്? ഒരു മെഷീനായിട്ടാണ് പ്രവർത്തിച്ചത്. ഇവിടെ ഒറ്റ കാര്യം മാത്രം നമ്മൾ നമ്മുടെ അനുഭവത്തിൽ നിന്ന് പഠിച്ചാൽ മതി. എന്താണ്? തുടർച്ചയായ സംഖ്യകളുടെ ശരാശരി എപ്പോഴും നടുക്കത്തെ സംഖ്യയായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കത് ഒരുപാട് ഇടത്ത് നമുക്ക് തെളിയിക്കാൻ പറ്റും. ഇപ്പോൾ നോക്കിക്കോ, 1 2 3 ഇതിൻ്റെ ശരാശരി തുകയെന്ന് പറഞ്ഞാൽ എത്ര? 3 2 5 1 6. തുക ഭാഗം എണ്ണം എത്ര കിട്ടും? ശരാശരി 2, നടുക്കത്തെ സംഖ്യ. 1 2 3 4 5 5 4 9 1 10 3 13 2 15. തുക 15, എണ്ണം 5. 15നെ 5 കൊണ്ട് ഹരിച്ചാൽ 3, നടുക്കത്തെ സംഖ്യ. അപ്പോൾ തുടർച്ചയായ സംഖ്യകളുടെ ശരാശരി എത്രയായിരിക്കും? നടുക്കത്തെ സംഖ്യയായിരിക്കും. നമുക്കിവിടെ എത്ര സംഖ്യകളുണ്ട്? 5 സംഖ്യകളുണ്ട്. തുടർച്ചയായ സംഖ്യകളാണ്. തുടർച്ചയായ ഇരട്ട സംഖ്യകൾ എന്ന് പറയുമ്പോൾ തുടർച്ചയായ ഇരട്ട സംഖ്യകൾ, കോൺസിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ തുടർച്ചയായ സംഖ്യകൾ. 1 2 3 4 5. ഇതിൻ്റെ ശരാശരി എവിടെയായിരിക്കും വരിക? നടുക്കായിരിക്കും വരിക. അപ്പോൾ ശരാശരി എത്ര? 36. സോ ഇതായിരിക്കും 36. ഇതെത്ര ആയിരിക്കും? 34. ഇതെത്ര ആയിരിക്കും? 32. കാരണം തുടർച്ചയായ ഇരട്ട സംഖ്യകളാണ്. ഇത് 38, ഇത് 40. എന്തോ കണ്ടുപിടിക്കണ്ടേ? ഏറ്റവും ചെറിയ സംഖ്യയും ഏറ്റവും വലിയ സംഖ്യയും തമ്മിലുള്ള തുക. 32 40. 40 32 കൂട്ടി എത്ര കിട്ടും? 72. സോ ദിസ് ഈസ് യുവർ ആൻസർ. സോ ഇതാണ് ഒരു മനുഷ്യൻ ചെയ്യുന്നത്, ഇതാണ് ഒരു മെഷീൻ ചെയ്യുന്നത്. സോ ഡോണ്ട് ബി എ മെഷീൻ, ബി എ ഹ്യൂമൻ. സോ ഇതാണ് എനിക്ക് ഇന്നത്തെ ക്ലാസ്സിൽ. ഇതൊരു ക്ലാസ് അല്ല, ഇത് ഈ ആവറേജിൻ്റെ ക്ലാസ്സും ബോർഡ്സ് ആൻഡ് സ്ട്രീംസിൻ്റെ ക്ലാസ്സും ഒക്കെ വളരെ വിശദമായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ ഇനിയെങ്കിലും കണക്ക് ചെയ്യാനിരിക്കുമ്പം എപ്പോഴും ഒരു മന്ത്രം പോലെ ഇതിങ്ങനെ ഓർക്കുക. എന്താണ്? ബി എ ഹ്യൂമൻ, നോട്ട് എ മെഷീൻ. ഞാനൊരു മനുഷ്യനാണ്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് ഏത് സൂപ്പർ കമ്പ്യൂട്ടറിനേക്കാളും വളരെ ഫാസ്റ്റായിട്ട് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നൊരു തലച്ചോറ് നമുക്കുണ്ട്. ആ തലച്ചോറ് നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ചിന്തിക്കുക. ഒരു ചോദ്യം നിങ്ങളുടെ മുൻപിലോട്ട് കിട്ടുമ്പം നിങ്ങൾ ചിന്തിക്കുക, അതിൻ്റെ പ്രശ്നം എന്താണ്? എല്ലാ ചോദ്യങ്ങൾക്കകത്തിലും ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം കണ്ടെത്തുക. ആ പ്രശ്നത്തിന് നിങ്ങൾക്കറിയാവുന്ന രീതിയിലുള്ള സൊല്യൂഷൻ നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾക്കറിയാവുന്ന വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് വെച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. സോ എപ്പോഴും വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങൾ ഒരിക്കലും ആരാകരുത്. ഡോണ്ട് ബി എ മെഷീൻ, ബി എ ഹ്യൂമൻ.